നമസ്കാരം, എൻ്റെ പേര് ജ്യോതിഷ് കുമാർ. ഞാനിപ്പോൾ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ മായാത്തോട്ട് വിഷുമായിൽ വരാൻ തുടങ്ങിയത് 1996 തൊട്ട്. ഞാനും അമ്മയും ബ്രദേഴ്സ് എല്ലാവരും ഇവിടെ തന്നെ വരുന്ന സമയത്ത് എനിക്ക് ജോബ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ദൈവത്തിനെ പ്രാർത്ഥിച്ച് മായാത്തോട്ട് വിഷുമായി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് 2-3 ജോബൊക്കെ വന്നു. ലാസ്റ്റ് ഞാൻ ചൂസ് ചെയ്തത് ആർമിയിൽ. അപ്പോൾ ആ സമയം തൊട്ട് സ്റ്റാർട്ടിങ് ഞാൻ പോയത് കാറുകളിൽ. അപ്പോൾ ദൈവം എന്നെ മായാത്തോട്ട് വിഷുമായുടെ ഫോട്ടോ ചെറുതായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ പേഴ്സിൽ പ്രസാദം വച്ചിരിക്കും. ആ സമയം തൊട്ട് സ്വാമി എന്നെ ഭയങ്കര എത്ര വലിയ ഡേഞ്ചറസ് ഓപ്പറേഷൻ എല്ലാ ടെററിസ്റ്റിൻ്റെ ഇടയിൽ നല്ല ഹെൽപ്പിങ് എനിക്ക് സ്വാമി വിചാരിച്ചാൽ മാത്രം സക്സസ്ഫുള്ളാണ് വരും. ആ സമയത്ത് മൊബൈൽ ഫോൺ ഒന്നുമില്ലായിരുന്ന കാലഘട്ട സമയത്ത് ആ സമയത്ത് അമ്മ ഇവിടെ പ്രാർത്ഥിച്ചിട്ടിരിക്കും. അപ്പോഴേ നല്ല സ്വാമിയുടെ അനുഗ്രഹം. ഞാൻ വന്ന ജസ്റ്റ് ഒന്ന് സ്വാമിയെ കണ്ടിട്ടേ വീട്ടിലും പോകും. തിരിച്ച് റിട്ടേൺ അതുപോലെ പോകുമ്പോഴും സ്വാമിയെ കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. ഞാൻ വിചാരിച്ചാൽ മാത്രം മതി ഈ മായാത്തോട്ട് വിഷയമായ ഏത് കാര്യം സക്സസ് ചെയ്തു തരും. അതിൽ എനിക്ക് 100% മിസ്സാവേണ്ട ചാൻസ് ഇല്ല. അങ്ങനെ ഒരു മായാത്തോട്ട് ഞാൻ ഇതുവരെയ്ക്കും ഞാൻ മറക്കത്തരുത്, ലാസ്റ്റ് വരെ മറക്കത്തില്ല. അതിനുശേഷം ഞാൻ കല്യാണം ജൂനിയർ കമ്മീഷണർ ഓഫീസറായിട്ട് ഇരിക്കുന്നത്. കല്യാണം കഴിച്ചതിന് ശേഷം വൈഫിനും ജോബില്ലായിരുന്നു. അപ്പോൾ വൈഫിനും ദൈവത്തിനെ പ്രാർത്ഥിച്ചതിന് ശേഷം എന്തൊരു വിചാരിച്ച അതേ ഇപ്പോൾ അടുത്ത് മെഡിക്കൽ കോളേജിൽ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ജോബ് ഇരിക്കുന്നുണ്ട്. ഇപ്പോഴേ 2 പെൺപിള്ളേർ 2 എയർപോർട്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കോയമ്പത്തൂരിൽ പൂർണ്ണം സ്വാമി മായാത്തോട്ട് വിഷമമായ നമ്മളൊരു ഫാമിലിയിൽ മറക്കാൻ പറ്റാത്ത ദൈവം നമ്മൾ വിശ്വസിച്ച് പൂർണ്ണമായിട്ടിരിക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് വരെ മറക്കത്തില്ല. അതുകൊണ്ട് സ്വാമി എല്ലാ അനുഗ്രഹവും നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വാമിയെ വീണ്ടും എല്ലാവരും ഇതുപോലെ മായാത്തോട്ട് വന്ന് സ്വാമിയെ പ്രാർത്ഥിച്ചാൽ സ്വാമി തരും. മനസ്സാരി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എല്ലാവരും വരണം മായാത്തോട്ട്. നമസ്കാരം.